വ്യൂവേഴ്സ്, ഇപ്പൊ നമ്മള് ഹെയിലിയുടെ ബർത്ത്ഡേ ആയിരുന്നു. അപ്പൊ അവർക്ക് വേണ്ടിയിട്ട് കുറച്ച് സ്പെഷ്യൽ ആയിട്ട് കുറെ കാര്യങ്ങളൊന്നും ചെയ്യാമെന്ന് വിചാരിച്ചു. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ അവർക്ക് വേണ്ടി ഒരു പംകിൻ കേക്ക് പ്രിപ്പയർ ചെയ്തു പോലെ. ഇതിന്റെ 4 ഭാഗം പംകിൻ എടുത്തിട്ടുണ്ട് അവർക്ക് വേണ്ടിയിട്ട് കേക്ക് ഉണ്ടാക്കാനായിട്ട്. ഇത് നല്ല പഴുത്ത പംകിനാണ്, സോ അത് നമ്മൾ ക്യൂബായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതിന് നമ്മൾ മിക്സിയിലിട്ടൊന്ന് നമ്മൾ ഗ്രൈൻഡ് ചെയ്ത് എടുക്കുന്നുണ്ട്. ഒരു നല്ല സ്മൂത്ത് പേസ്റ്റ് ആക്കി എടുക്കാം. നമ്മൾ 2 പഴം കൂടെ ഇതിനകത്ത് ആഡ് ചെയ്യുന്നുണ്ട് മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട്. നമ്മൾ മധുരം ഒന്നും ആഡ് ചെയ്യുന്നില്ല ഇവർക്ക് കഴിക്കാൻ വേണ്ടിയിട്ടുള്ളതുകൊണ്ട്. സോ അതിന് പകരം നമ്മൾ പഴമാണ് ആഡ് ചെയ്യുന്നത്. ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമ്മൾ പംകിനും പഴവും കൂടെ അരച്ചെടുക്കുന്നത്. ഇതാണ് നമ്മൾ എടുക്കുന്നത്. ഞാനിവിടെ യൂസ് ചെയ്തേക്കുന്നത് താറാമുട്ടയാണ്. അത് യൂസ് ചെയ്യാൻ കാരണം ഇവരുടെ ഇപ്പോൾ ഓൾറെഡി നല്ല ചൂട് സമയമാണ്. കോഴിമുട്ട ഒന്നുകൂടെ ബോഡി ടെമ്പറേച്ചർ ഇവരെ കൂട്ടുന്നതാണ്. സോ ഞങ്ങൾ അതിന് പകരമാണ് ഞങ്ങൾ താറാമുട്ട എടുത്തേക്കുന്നത്. നമ്മൾ എഗ്ഗ് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. നമ്മൾ ഗ്രൈൻഡ് ചെയ്ത് വെച്ചിരുന്ന നമ്മുടെ പംകിൻ്റെയും ബനാനയുടെയും കൂടെയുള്ള മിക്സ് നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ടേബിൾ സ്പൂൺ അടുത്ത് വീറ്റ് ഫ്ലോർ ആണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. വീറ്റ് ഫ്ലോറിന് പകരം നിങ്ങൾക്ക് ഓട്സ് ഉണ്ടെങ്കിൽ അത് പൊടിച്ചിട്ട് ആഡ് ചെയ്യാവുന്നതാണ്. നമ്മളിനി ഇത് ഒന്ന് കട്ട് ആൻഡ് ഫോൾഡ് മെത്തേഡൊക്കെ യൂസ് ചെയ്താണ് ഇത് ചെയ്യേണ്ടത്, മിക്സ് ചെയ്യുന്നത്. അപ്പം ചെയ്യുന്നത് വെച്ചാൽ മൈക്രോവേവിന് പകരം നമ്മൾ കൺവെൻഷണൽ മെത്തേഡാണ് യൂസ് ചെയ്യുന്നത്. ഒരു നോൺ സ്റ്റിക്ക് വെച്ച് ഞാൻ അത് ഹീറ്റ് ആകാനായിട്ട് വെക്കുകയാണ്. എന്നിട്ട് നമുക്ക് ഇതിൻ്റെ അകത്ത് ആവി കയറ്റിയാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. നമ്മൾ കട്ട് ആൻഡ് ഫോൾഡ് ചെയ്ത് സെറ്റാക്കി വെച്ചേക്കുന്നത് നമ്മുടെ കേക്ക് ബാറ്ററാണ്. നമ്മൾ ബാറ്റർ ഇതിലേക്ക് ഒഴിക്കുന്നതിന് മുന്നേ നമ്മൾ ജസ്റ്റ് ഒന്നും, ഞാനിവിടെ നെയ്യാണ് ഉപയോഗിച്ചേക്കുന്നത്. ഞങ്ങളെപ്പോഴും അവരുടെ ഫുഡിലൊക്കെ ഗട്ട് ഹെൽത്ത്, അതായത് പോലെ കോൺസ്റ്റിപ്പേഷൻ ഒന്നും ഇല്ലാതെ നല്ല രീതിയിൽ അവർക്കൊരു ഡൈജഷൻ ഒക്കെ ഇതാകാനായിട്ട് ഞങ്ങൾ നെയ്യാണ് യൂസ് ചെയ്യുന്നത് കൂടുതലും. പിന്നെ ചിലർ ഈ കേക്ക് ഉണ്ടാക്കുമ്പോൾ, ഞാൻ ഈ കേക്കൊക്കെ പ്രിപ്പയർ ചെയ്യുന്നതിന് മുന്നേ കുറേ റെഫറൻസ് വീഡിയോസ് ഒക്കെ നോക്കിയിട്ടുണ്ട്. അപ്പം അതിന് ഞാൻ കണ്ടിട്ടുണ്ട് കുറേ പേര് ബേക്കിംഗ് സോഡയൊക്കെ യൂസ് ചെയ്യുന്നത്. ഞാൻ ഒരിക്കലും അത് എൻ്റെ ഓപ്ഷൻ പോലും കരുതത്തില്ല. ബിക്കോസ് അത് അവരുടെ ഗട്ട് ഹെൽത്തിന് ഒട്ടും നല്ല സാധനമാണ്. ഈസ്റ്റ്, ബേക്കിംഗ് സോഡ, ബേക്കിംഗ് പൗഡർ. ഇനി ഞാനത് ബാറ്റർ ഇതിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം. നമ്മൾ ഈ പ്രിപ്പയർ ചെയ്ത ബാറ്റർ എടുത്ത് നമ്മുടെ ഹീറ്റ് ആകാൻ വെച്ച നോൺ സ്റ്റിക്കിൻ്റെ അതിലേക്ക് നമുക്ക് ട്രാൻസ്ഫർ ചെയ്യാം. ഞാനൊരു സ്റ്റീൽ റിങ് വെച്ചിട്ടാണ് ഇത് വെക്കുന്നത്. ഒരു 10 to 15 മിനിറ്റ്സ് കഴിയുമ്പോൾ നമുക്കിതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം ഇത് എന്താകും എന്നുള്ളത്. 15 മിനിറ്റ്സ് കഴിഞ്ഞ് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കി, അത് കേക്ക് സെറ്റായി. ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് നോക്കുവാണ്. സെറ്റായിട്ടുണ്ട് കേക്ക്. അങ്ങനെ നമ്മുടെ ഹെയിലി കുട്ടിക്കുള്ള ബർത്ത്ഡേ കേക്ക് റെഡിയായി. സെറ്റായിട്ടുണ്ട്.
ബർത്ത്ഡേ ആയിക്കൊണ്ട് അവൾക്കൊരു ഗ്രൂമിങ് സെഷനും കൂടെ ഞങ്ങൾ അറേഞ്ച് ചെയ്തിരുന്നു. അതിന് വേണ്ടിയിട്ട് ദ ഗ്രൂമേഴ്സ് ചെങ്ങന്നൂർ എന്ന് പറയുന്ന ടീമാണ് വന്നത്. അവർ വന്നപ്പോൾ ഭയങ്കരമായിട്ട് അവരെ വെൽക്കം ചെയ്യുകയൊക്കെ ചെയ്തു. പക്ഷെ ഞാൻ അപ്പോഴേ അവരോട് പറഞ്ഞു ആള് കുറച്ച് കഴിയുമ്പോൾ സ്വഭാവം മാറും. അവർ ആദ്യം തന്നെ അവളെ ബ്രഷ് ചെയ്തു, പിന്നെ അവളുടെ ഇയേഴ്സ് ഒക്കെ നന്നായിട്ട് ക്ലീൻ ചെയ്തു. അവൾ അപ്പോൾ കുറച്ചൊക്കെ ഒന്ന് പാനിക്കായി, കാരണം വേറെ ആരും അവളെ തൊടുന്നത് അവൾക്ക് ഇഷ്ടമല്ല. പിന്നെ നെയിൽസ് ഒക്കെ അത്യാവശ്യം വളർന്നിരിക്കാൻ അതൊക്കെ അവർ കട്ട് ചെയ്തു. അവർ നല്ല കെയർ കൊടുത്താണ് ചെയ്തത്. ട്രിമ്മിങ് ഒക്കെ ആയാലും നന്നായിട്ട് ചെയ്തു. അവരാണെങ്കിലും അവളെ ഭയങ്കരമായിട്ട് സോഫ്റ്റ് ആയിട്ട് ഹാൻഡിൽ ചെയ്തത്. ഇപ്പം ഈ കാണുന്നതാണ് ഓയിലിങ്. അവരുടെ സ്കിന്നിനൊക്കെ ഭയങ്കര നല്ലതാണ്. അത്യാവശ്യം നല്ല ചൂടായതുകൊണ്ട് അവൾക്ക് നന്നായിട്ട് ഷെഡിങ് ഉണ്ടായിരുന്നു. ഓയിൽ ചെയ്തൊരു 15 മിനിറ്റ്സ് കഴിഞ്ഞിട്ടാണ് അവർ പിന്നെ ഷാംപൂ ചെയ്തത്. ഈ 15 മിനിറ്റ്സ് അവൾ നമ്മളെങ്ങനെ വെച്ചൊന്നുമില്ല, അവളെ ഫ്രീ ആക്കി വിട്ടു. മാസ്ക് വെപ്പിച്ചത് വേറൊന്നും കൊണ്ടല്ല, അവൾ ഫസ്റ്റ് ടൈമാണ് ഇവരെ മീറ്റ് ചെയ്യുന്നത്. അപ്പം അവരോട് എങ്ങനെ ആയിരിക്കും അവർ വന്ന ഉടനെ അവളെ ഒരു ബാത്തിങ് ഒക്കെ കൊടുക്കാന്ന് പറയുമ്പോൾ അവൾ എങ്ങനെ അത് എടുക്കും എന്ന് നമുക്ക് ഉറപ്പില്ല. ആളിച്ചിരി പാനിക്കും ആയിരുന്നു. വാഷ് ചെയ്ത് കൊടുത്തപ്പോൾ അവള് വലിയ കുഴപ്പമില്ലായിരുന്നു. മറ്റതൊക്കെ അവർ തൊടുമ്പം അവൾക്ക് ഭയങ്കരമായിട്ട് അവള് ദേഷ്യപ്പെടുന്നുണ്ടായിരുന്നു. പിന്നെ അച്ഛ കൂടെ നിന്ന് ഇങ്ങനെ അവളെ ഇങ്ങനെ ശ്രദ്ധ മാറ്റിക്കൊണ്ടേ ഇരിക്കുമായിരുന്നു. അച്ഛ മാറുമ്പോൾ അവള് ബഹളം ഉണ്ടാക്കും. അച്ഛ അമ്മ ഞങ്ങളെല്ലാവരും ചുറ്റിനും ഉണ്ടായിരുന്നു ഫുൾ ടൈം അവളുടെ കൂടെ. ആരും മാറാൻ അവൾ സമ്മതിക്കുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ വാഷിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് ഡ്രൈയിങ് തുടങ്ങാറായി. അത് കുഴപ്പമില്ലാതെ അവൾ നിൽക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഇത്രയും നേരം കണ്ടിന്യൂസ് ആയിട്ടൊന്ന് എനർജിയൊക്കെ പോയതിൻ്റെതായ ഒരിതുണ്ട്. ഞങ്ങൾ ഇടയ്ക്ക് വെള്ളമൊക്കെ കൊടുത്തു അവൾക്ക്. പിന്നെ അച്ഛൻ കണ്ടിന്യൂസ് അവളുടെ കൂടെ നിൽക്കണമായിരുന്നു. പിന്നെ അമ്മ ആയാലും ഇടയ്ക്കിടയ്ക്ക് കൊഞ്ചിച്ചോണ്ടൊക്കെ ഇരുന്നത്. ഇവളെ ഗ്രൂം ചെയ്യാൻ വന്നത് ദ ഗ്രൂമേഴ്സ് ചെങ്ങന്നൂർ എന്ന് പറയുന്ന ടീമാണ്. ഇൻസ്റ്റഗ്രാം വഴിയാണ് ഞാൻ ഈ പേജ് കണ്ടത്. ഹെയ്ലിനെ ഞങ്ങൾ തന്നെയാണ് വീട്ടിലെപ്പോഴും കുളിപ്പിക്കുന്നതും ഒക്കെ. അവളെ അങ്ങനെ ഗ്രൂമിങ്ങിന് വല്ലപ്പോഴുമാണ് കൊണ്ടുപോയിട്ടുള്ളത്. അപ്പം കൊണ്ടുപോകുന്ന കാര്യമൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായതുകൊണ്ട് ഈ വട്ടം വീട്ടിൽ വന്ന് ചെയ്യുന്ന സർവീസ് ഉള്ള ആൾക്കാരെ നോക്കി. അപ്പോൾ ഇവരെ കണ്ടത് അങ്ങനെയാണ്. ഭയങ്കര കെയർ ആയിട്ടാണ് അവർ ചെയ്തത്. പക്ഷേ ഹെയ്ലിയുടെ സ്വഭാവം വെച്ചിട്ട് അവൾ ഇച്ചിരി പാനിക്കായി. ആൾ ലാസ്റ്റ് പേടിച്ച് കട്ടിലടിയിലൊക്കെ കിടന്നു. പിന്നെ ഹാപ്പി ആക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ബർത്ത്ഡേക്ക് പ്രിപ്പയർ ചെയ്ത് വെച്ച കേക്കൊക്കെ എടുത്തുകൊണ്ട് വന്നു. അവളെ കേക്ക് കട്ട് ചെയ്യാൻ വിളിച്ചിട്ട് അവൾ വന്നില്ല. അവൾക്ക് പെട്ടെന്ന് നല്ല വിശന്നിരിക്കുമായിരുന്നു ആൾ. അപ്പം അവൾ എങ്ങനെയും അത് കഴിച്ചു തീർക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇതിലായിരുന്നു, എക്സൈറ്റ്മെൻറ്റിൽ. ആൾ ഒട്ടും ബാക്കി വെച്ചില്ല. പെട്ടെന്ന് കൊടുത്തത് മാത്രം ഞങ്ങൾ ഓർക്കുന്നുള്ളൂ. പെട്ടെന്ന് കഴിച്ചു തീർത്തു. അവൾക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടെന്ന് തോന്നുന്നു. അവൾ അങ്ങനെ ഫുഡ് ഇഷ്ടപ്പെട്ടില്ലെങ്കിലും ഇച്ചിരി സ്ലോ ഈറ്ററാണ്. അപ്പം ഇഷ്ടപ്പെട്ടതുകൊണ്ടാണ് അത് ഭയങ്കരമായിട്ട് സ്പീഡിലാണ് ആൾ കഴിക്കുന്നത്. ബർത്ത്ഡേ ക്യാപ്പൊക്കെ വെച്ച് കുറച്ചു നേരമൊക്കെ നടന്നിട്ട് അവളെ തന്നെ കൊണ്ട് ഊരിക്കളഞ്ഞിട്ട് പോയി. പിന്നെ ഹെയ്ലിക്ക് ഒരു ബർത്ത്ഡേ സെലിബ്രേഷൻ ഒക്കെ കഴിഞ്ഞ് ഞങ്ങളും ഹാപ്പിയായി, അവളും ഹാപ്പിയായി. താങ്ക്സ് ഫോർ വാച്ചിങ്.